സമ്പത്തുള്ള സമയത്ത് നല്ല വില കൂടിയ വാഹനത്തിൽ ചീറിപ്പായുമ്പോ അവിടെ പള്ളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂല. ഒരു പാവപ്പെട്ടവൻ വന്ന് കൈ നീട്ടിയാൽ അവന്റെ കയ്യിലേക്ക് ഒരു നാണയത്തൊട്ട് പോലും കൊടുക്കാനുള്ള മനസ്സില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസരത്തിൽ വിളിക്കും അല്ലാ അല്ലാ അല്ലാ. അല്ല പറയാ കേക്കൂല, പടച്ചോൻ കേക്കൂല. കാരണം ഇതെല്ലാം പടച്ച റബ്ബ് വാരിക്കോരി തന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് നിനക്ക് പരീക്ഷണ കാലഘട്ടമായിരുന്നു. അന്ന് നീ അള്ളാനെ തിരിച്ചറിയാതെ എല്ലാം നഷ്ടപ്പെട്ടപ്പോ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ വിളിച്ചാൽ, നല്ല കാലത്ത് അള്ളാനെ ഓർക്കാത്ത മനുഷ്യ, നിന്റെ ഇല്ലായ്മയുടെ കാലത്തും അള്ളാഹു നിന്നെ തിരിച്ചറിയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈമാനിന്റെ പരീക്ഷണം, രണ്ടാമത്തെ പരീക്ഷണം സമ്പത്തിന്റെ പരീക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വാരിക്കോരി കൊടുക്കും ചില ആളുകൾക്ക്, അതേപോലെ അള്ളാഹു തിരിച്ചെടുക്കുകയും ചെയ്യും. എന്തിനെന്നറിയോ? അനർഹരുടെ കയ്യിലേക്ക് അള്ളാഹു എന്തെങ്കിലും കൊടുത്താൽ അള്ളാഹു അത് തിരിച്ചെടുത്തിട്ട് അർഹതപ്പെട്ടവരിലേക്ക് ചേർക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ സഹാബത്തെ, ജീവിതത്തിന്റെ ഇടനാഴികളിൽ താളം പിഴക്കുമ്പോ, ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ, ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, നിങ്ങൾക്ക് ഞാനൊരു പ്രവാചകരെ പരിചയപ്പെടുത്തി തരട്ടെയോ? ആരാണെന്നറിയോ? സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. പടച്ച റബ്ബേ, ഏറ്റവും വലിയ കൊടിയ ഭീകരനായ ഫിർഔനിന്റെ കൊട്ടാരത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളർത്തി വലുതാക്കിയ പ്രവാചകനാ കലീമുല്ലാഹി മൂസാ. ആരാ ഫിർഔൻ എന്നറിയുമോ വാപ്പാ? വഇദ് നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹിയൂന നിസാഅകും. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഫിർഔനിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയാ. പെണ്ണുങ്ങൾ ഉണ്ടായാ ജീവിക്കാൻ വിടുകയാ, ആൺമക്കളാണ് ജനിച്ചു പോയതെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുകയാ. ആ ഫിർഔനിനെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന സർവമാന സജ്ജീകരണങ്ങളും അല്ലാഹു ഒരുക്കി കൊടുത്ത അല്ലാഹുവേ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് വീൺപുവാദം പറഞ്ഞ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തി വലുതാക്കിയത്. മൂസാ നബിയോട് പടച്ച റബ്ബ് ഒരിക്കൽ പറയുന്നു, മൂസാ, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ മൂസാ. ജീവിതത്തിന്റെ വലിയൊരു പാഠം മൂസാ നബിയും അനുയായികളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാ. പെങ്ങളെ, മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, മൂസാ, നിന്നെ കൊണ്ട് വിശ്വസിച്ച ജനതയുടെ കൈപിടിച്ചിട്ട് രക്ഷപ്പെട്ടോ. ഈ നാട്ടിൽ നിന്ന ശത്രുക്കൾ നിന്നെ കൊന്നുകളയോ. ഫിർഔനിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അത്രത്തോളം ആയുധധാരികളായ സർവമാന സജ്ജീകരണങ്ങളുമുള്ള സേനാനായകന്മാരുണ്ട്, സൈന്യങ്ങളുണ്ട്. മൂസാ, നിന്നെ കൊണ്ട് വിശ്വസിച്ച ജനതയുടെ കൈപിടിച്ചു രക്ഷപ്പെട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാ. മൂസാ നബി തന്റെ ജനതയും വിളിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ്. അല്ലാഹുവേ, മൂസാ നബിയും സംഘത്തെയും കൊന്നൊടുക്കാൻ ഊരിപ്പിടിച്ച വാളുമായി ഫിർഔനിന്റെ കിങ്കരന്മാര് ഓടി ഓടി അവസാനമല്ലാ ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പപ്പെടുകയാ. അവസാനം മൂസാ നബിയുടെ ജനത നോക്കുമ്പോ മുമ്പിലതാ ആർത്തിരമ്പുന്ന തിരമാലയാണ്, പിറകിലോ സർവമാന ആയുധ സജ്ജീകരണവുമായി ഫിർഔനിന്റെ കിങ്കരന്മാരാ. എങ്ങനാണ് അല്ലാഹ് രക്ഷപ്പെടുന്നത്? എങ്ങനാണ് അല്ലാഹ് രക്ഷപ്പെടുന്നത്? ഫിർഔനിന്റെ കിങ്കരന്മാരുടെ വാൾത്തലക്ക് ഞങ്ങൾ ഇന്നിരയാകുമല്ലോ. മൂസാ നബിയോട് തന്റെ ജനത പറയുന്നു, കാല അസ്ഹാബു മൂസാ ഇന്നാല മുദ്റകൂൻ.
പെട്ടുപോയല്ലോ നബിയേ, പെട്ടുപോയല്ലോ നബിയേ. ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? ആരാണ് നമ്മളെ അറിയാനുള്ളത്? കലീമുല്ലാഹി മൂസാ നബിയോട് തന്നെ ജനത ആവലാതി പറയുമ്പോ അവിടെയാണ് പെങ്ങളെ, അവിടെയാണ് വാപ്പാ. മൂസാ നബിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട വന്നില്ല. മൂസാ നബിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മൂസാ നബി തന്റെ അനുചരന്മാരോട് പറയുന്നു, കാലക്കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. പടച്ചറബ്ബനെ കാണുന്നുണ്ട്, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. പടച്ചറബ്ബന്റെ മുമ്പിലേക്ക് എല്ലാ വഴികളും തുറന്നിട്ടു തരുമെന്ന് സയ്യിദുനാ കലീമുല്ലാഹി മൂസാ. മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു, മൂസാ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടൊന്ന് നിലത്തടിക്ക്. ആ വെള്ളത്തിലേക്ക് മൂസാ നബി അടിച്ചു. കടല് മൂസാ നബിക്ക് വഴി മാറി. മൂസാ നബിയും കൂട്ടരും കടലിന്റെ മറുകര കടന്നു. ആ കടലിലാണ് ഫിർഔനെയും സംഘത്തെയും അല്ലാഹു മുക്കിക്കൊന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിറുൽ ലൈലി അലൻ നഹാർ تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وعلى آله وأصحابه وأتباعه وعشيرته وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. صدق الله مولانا العظيم. وقال سيدنا وقائدنا وأسوتنا محمد مصطفى
സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ തആല വ മാ അലൈഹി ഖത്തിഅ صدق رسوله النبي المصطفى الأمين عليه وعلى آله وأصحابه وأهل بيته وأفضل الصلوات وأزكى التسليم لا من كريم مثلكم للمرتجي في من مضى قبلا ولا في من يجي وأنا اللهيف فقربة لي فرجي حيران من ذنبي أسفت قليما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاسكا تفخيما صلوا عليه وسلموا تسليما ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പെരുങ്കല്ലു മുകളിൽ വെച്ചു മിൻഹാ തൊട്ട് ഓതിയിട്ടു മണ്ണും ഇട്ടു സ്ഥലവും വിട്ട്. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിതകാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഏറ്റവും പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിന്റെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന അധ്യക്ഷൻ, പവിത്രമായ ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, എന്നെ ശ്രവിക്കാൻ ഇവിടെ കടന്നു വന്ന പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദര സമുദായ അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇസ്ലാമിന്റെ ഊഷ്മളമായ തത്വാധിഷ്ഠിതമായ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. സർവാധിപതിയും സർവാധിനാഥനും സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിൽ ഈ മസ്ജിദിന്റെ ചാരത്ത് സംഗമിച്ചതുപോലെ അള്ളാഹുവിന്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം പരിശുദ്ധമായ കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ സായം സന്ധികളിൽ വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളും സർവദയാ വായ്പകളുടെയും ഉടമസ്ഥനായ പടച്ച റബ്ബ് അവന്റെ വിശാലമായ കരുണ കൊണ്ട് നമുക്കൊക്കെയും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് ആറടി മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്നവർ, വിശിഷ്യ നമ്മുടെ ഈ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും നാഥൻ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.
അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഈ സദസ്സുകളിലുമൊക്കെ ഇരിക്കുന്ന പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ആരോഗ്യത്തോടും കൂടിയ ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ബദറുൽ ഹുദ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതപ്രഭാഷണ വേദിയിലാണ് നാം ഇവിടെ ഈ വൈകിയ വേളയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെയേറെ സന്തോഷം നൽകുന്ന ഈ നാടിന് അത്രമേൽ കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ചയാണ് പരിശുദ്ധമായ മസ്ജിദ് ഇങ്ങനെ തലയെടുപ്പോടുകൂടി നമ്മുടെ മുമ്പിൽ മനോഹാരിതമായി അതിന്റെ പണി പൂർത്തിയാക്കുന്ന ഈ വേള. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കിയ ശേഷം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കിയ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ വേളയിൽ നമുക്കും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് അതാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് ഈ സദുദ്യമത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഉള്ള സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. മനുഷ്യന്റെ ജീവിതം എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഒരിക്കൽ മനുഷ്യന് സന്തോഷമാവാം, അതല്ലെങ്കിൽ ചില സമയത്ത് മനുഷ്യന് സങ്കടമാവാം. ജീവിതത്തിന്റെ ഓരോ മേഖലകളും പടച്ച റബ്ബ് മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത്. ഒരിക്കൽ നമുക്കറിയാം, ചില സമയത്ത് ശക്തമായ ചൂടുണ്ടാവാം, ചില സമയത്ത് നമുക്ക് ശക്തമായ തണുപ്പുണ്ടാവാം. ചില കാലയളവിൽ തണുപ്പും ചൂടും കൂടി മിക്സ് ചേർന്ന ഒരു കാലാവസ്ഥയിലൂടെ ഒക്കെയും പലപ്പോഴും നാമും നമ്മുടെ നാടുമൊക്കെ കടന്നു പോവാറുണ്ട്. മനുഷ്യന്റെ ജീവിതവും അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എക്കാലത്തും മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രം നിലനിൽക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ കടന്നു വരാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു വരാം, കച്ചവടത്തിന്റെ നഷ്ടങ്ങൾ കടന്നു വരാം, ദാമ്പത്തിക ജീവിതത്തിന്റെ പരാജയങ്ങൾ കടന്നു വരാം. ചിലപ്പോൾ ഇതിനെല്ലാം ഓപ്പോസിറ്റായി കച്ചവടം നന്നാവാം, സാമ്പത്തികം ഒരുപാടുണ്ടാവാം, താമസിക്കാൻ സർവമാന സൗകര്യങ്ങളും ഈ ദുനിയാവില് പടച്ച റബ്ബ് മറ്റുള്ളവരെക്കാൾ നമുക്ക് അധികരിപ്പിച്ചു തന്നേക്കാം. അങ്ങനെയാണ് അല്ലാഹു ദുനിയാവിന്റെ ഇടനാഴികൾക്കിടയിൽ മനുഷ്യന്റെ ജീവിതത്തെ അല്ലാഹു സംവിധാനിച്ചത് സുഖ ദുഃഖ സമ്മിശ്രമായൊരു ജീവിതത്തിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. കുറഞ്ഞ സമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയമുള്ള ഉമ്മമാർ, കേവലം ഒരു പാതിരാ വഅദ് കേട്ട് അവസാനം പോകുന്ന ഒരു പോകല് ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നൊരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് വഅദിന്റെ സദസ്സുകളൊക്കെ വെറും ആസ്വാദനത്തിന്റെ സദസ്സുകളായി മാറുന്നൊരു കാലത്ത്, ഈ പാതിരാത്രി സമയത്ത് ഇത്ര സമയം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ കുറഞ്ഞ സമയം നാം പറയുന്ന വിഷയം നമുക്ക് മനസ്സിലാക്കണം, പഠിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ്, എന്റെ വാപ്പാടെ പേരല്ല പറഞ്ഞേ, മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഒരിക്കല്, യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്,
പലപ്പോഴും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ മുമ്പ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. എന്തിനാണ് നബിയെ പടച്ച റബ്ബ് ഞങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? എന്തിനാ പടച്ച റബ്ബ് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ശരീരത്തോട് ഹൃദയത്തോട് ചോദിക്കാറുള്ളൊരു ചോദ്യം ഇതല്ലയോ? അല്ലാഹുവേ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതല്ല പരിശുദ്ധമായ ദീനിനു വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനമില്ലല്ലോ അല്ലാ. ബദരിയ ജുമാ മസ്ജിദിന്റെ പണി നടക്കുമ്പോ എന്റെ വീട്ടിലേക്ക് ഇതിന്റെ ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ കടന്നു വന്നിട്ട് പള്ളിയുടെ പണി നടക്കുകയാണ്, സാമ്പത്തികമായ വലിയ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞപ്പോ പടച്ച റബ്ബേ, ഞാൻ എന്റെ പ്രയാസങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ ദുരിതങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല. പ്രവാസ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ എന്റെ വാപ്പയുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എല്ലാവരും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പടച്ച റബ്ബിന്റെ പള്ളിക്ക് ചോദിച്ചപ്പോ ഇല്ല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിലോ സമാധാനമില്ല, സന്തോഷമില്ല. ഞാൻ എന്റെ പടച്ച റബ്ബിലേക്ക് നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, ഹജ്ജിലൂടെ, ഉംറയിലൂടെ, സ്വതക്കയിലൂടെ ഞാൻ എന്റെ പടച്ച റബ്ബിലേക്ക് അടുക്കുമ്പോ എന്റെ ജീവിതത്തിൽ സമാധാനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാ. അല്ലാഹുവിനെ അനുസരിച്ചു ഞാൻ ജീവിക്കുമ്പോ പാതിരാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഞാൻ എന്റെ മുസല്ലയിൽ എഴുന്നേറ്റിരുന്നിട്ട് റബ്ബേ, എന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ എനിക്കൊന്നു മാറ്റിത്തരണേ. എന്റെ മക്കളെ കൊണ്ട് സമാധാനമില്ല, എന്റെ ഭർത്താവ് കടൽ കടന്നു പോയിട്ട് പ്രവാസ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാ. യാ അല്ലാ, എത്രയാണ് നിന്റെ മുമ്പ് ഞാൻ കരഞ്ഞിട്ട് എന്റെ ആവലാദികൾ പറഞ്ഞത്, നിന്റെ വേവലാദികൾ പറഞ്ഞത്. ഒരു വയതിന്റെ സദസ്സും ഞാൻ മുടക്കിയിട്ടില്ല, ഒരു സയ്യിദിന്റെ പ്രാർത്ഥന പോലും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല. അല്ലാഹുവേ, തിരക്കുകൾ മാറ്റിവെച്ചു വയതിന്റെ സദസ്സുകളില് പാതിരാത്രി സമയത്തു ഞാൻ വന്നിരിക്കുന്നത് എന്തിനെന്നറിയോ? എന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ നിന്നോട് പറയാനാ, എന്റെ പ്രയാസങ്ങൾ നിന്റെ മുമ്പ് ഇറക്കി വെക്കാനാ. നൂറുകണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും അതിൽ പെടുത്തിയിട്ട് നീ എനിക്കത് സമാധാനത്തിലാക്കി, സന്തോഷത്തിലാക്കി തരുമെന്ന പ്രതീക്ഷയില് എല്ലാം ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണല്ലാ. നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, ഹജ്ജിലൂടെ, സ്വതക്കയിലൂടെ ഞാൻ എന്റെ പടച്ച റബ്ബിലേക്ക് അടുക്കുമ്പോ എന്തേ റബ്ബേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനമില്ല, എന്തേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമില്ല? ഈ കാണുന്ന നാട്ടിലൊരു പാവപ്പെട്ടവൻ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടിയാൽ പടച്ച റബ്ബേ ഇല്ല എന്നെനിക്ക് പറയാനറിയില്ല. എന്റെ വീട്ടിലുള്ള ഭക്ഷണം ഞാൻ അവന് കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചു വിടുന്നവനാണ്. നാണയത്തൊട്ടുകളാണ് എന്നോട് ചോദിച്ചതെങ്കിൽ ഇല്ലായ്മയും വല്ലായ്മയും ഞാൻ അവനോട് പറയാറില്ല. എന്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത് സമാധാനത്തോടെ പറഞ്ഞേക്കുമല്ലാ. പക്ഷേ ഞാൻ എന്റെ പടച്ച റബ്ബിലേക്ക് സ്വതക്കയിലൂടെ അടുക്കുമ്പോ, നിസ്കാരത്തിലൂടെ അടുക്കുമ്പോ എന്തേ അല്ലാ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമില്ല, എനിക്കൊരു സമാധാനമില്ല. രോഗം വന്നാൽ എൻ്റെ വീട്ടിലാണ്, കച്ചവടം തകർന്നു പോയാൽ എൻ്റെതാണ്, സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ എനിക്കാണ്. പടച്ച റബ്ബിനെ മറന്നിട്ട് ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ പള്ളിയുടെ മുമ്പിലൂടെ വില കൂടിയ വാഹനത്തിന് ചീറിപ്പായുമ്പോ ബദർജുമാ ബദരിയ ജുമാ മസ്ജിദിന്റെ മിനാരങ്ങളെ തടിയിത്തലോടി ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ നമസ്കാരത്തിലേക്ക് കടന്നു വരാൻ വിളിച്ചു പറയുമ്പോ അവന്റെ വില കൂടിയ വാഹനത്തിലെ പടച്ച റബ്ബിനെ പോലും മറന്നിട്ട് ഈ മംഗലാപുരം ഹൈവകളിലൂടെ ചീറിപ്പായുകയാണവന്. അവൻ അല്ലാ എന്നില്ല, പള്ളി എന്നില്ല, അല്ലാഹുവിന്റെ പള്ളിക്ക് ചോദിച്ചാ കൊടുക്കലില്ല. അല്ലാഹുവേ, പാവപ്പെട്ടവൻ അവന്റെ വീടിന്റെ മുമ്പ് വന്നിട്ട് ഹോളിംഗ് ബെല്ലടിച്ചാൽ ഒരിക്കൽ പോലും ഒരു പാവപ്പെട്ടവന്റെ മുമ്പില് അവന്റെ വീട്ടിന്റെ വാതായനങ്ങൾ തുറന്നിട്ടില്ല.
വില കൂടിയ റിമോട്ട് കൺട്രോളിൽ ഓപ്പൺ ചെയ്യുന്ന ഗേറ്റുകൾ അവന്റെ വീട്ടിലുണ്ട്. ഒരു പാവപ്പെട്ടവന്റെ മുമ്പിലും അവന്റെ ഗേറ്റ് തുറന്നിട്ടില്ല. പടച്ച റബ്ബേ, പക്ഷേ അവന്റെ ജീവിതത്തിൽ അവനൊരു സാമ്പത്തികത്തിന്റെ നഷ്ടത്തിന്റെ കഥ പറഞ്ഞിട്ടില്ല, അവനൊരു പ്രയാസത്തിന്റെ കഥ പറഞ്ഞിട്ടില്ല, അവനൊരു ദുഃഖത്തിന്റെ കഥ പറഞ്ഞിട്ടില്ല. അവൻ വില കൂടിയ വാഹനങ്ങൾ ഓരോന്നോരോന്നായി വാങ്ങിക്കൂട്ടുകയാ. പ്രവാസ ജീവിതത്തിൽ അവന് ചെറിയ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് മാസം അവനും മന്ദിരിയില് അവന്റെ ആ ഇൻകം ഇട്ടിട്ട് അവൻ ലാഭം കൊയ്തെടുക്കുന്നത്. പടച്ച റബ്ബിൽ നിന്ന് അവൻ അകന്നു പോകുമ്പോ അവന്റെ ജീവിതത്തിൽ സന്തോഷമാണ്, സമാധാനമാണ്. അവൻ ഒരിക്കൽ പോലും നന്നായി അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറയാറില്ല. എന്റെ കാക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി ഉമ്മമാരെ, പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്നൊരു വാക്കാണിത്: എന്റെ ദാമ്പത്തിക ജീവിതം തകർന്നു പോയല്ല, ഇല്ലാത്തതൊക്കെ ഞാൻ എന്റെ പള്ളിക്ക് കൊടുത്തിട്ട് പോലും സമാധാനമില്ല, സന്തോഷമില്ല, എന്റെ ദുരിതം മാറുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല. അവിടെയാണ് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാര കടന്നു വന്നിട്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഉദ്ദേശിച്ചൊരു ചോദ്യമാ ചോദിക്കുന്നത്: യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ പടച്ച റബ്ബ് ഞങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? എന്തിനാണ് പടച്ച റബ്ബ് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവിടെയാണ് പ്രവാചകൻ നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് പറയുകയാ: സ്വഹാബാ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അല്ലാഹു എങ്ങനാ നിന്നെ പടച്ചതെന്നറിയോ? സമാധാനമില്ല, സന്തോഷമില്ലെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പടച്ച റബ്ബ് നിന്നെ പടച്ചത് തന്നെ പ്രയാസത്തിൽ നിന്നാ. അല്ലാഹു നിന്നെ സൃഷ്ടിച്ചതേ, അല്ലാഹു നിന്നെ പടച്ചതേ പ്രയാസത്തിൽ നിന്നാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഖബ്ബാബ് തങ്ങൾ ഒരിക്കൽ ചോദിക്കുന്നു: നബിയേ, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അസദ്ദു ബലാഅൻ. ആരെയാണ് നബിയെ പടച്ച റബ്ബ് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്? ആരെയാ നബിയെ? ഹബീബായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ സയ്യിദുനാ ഖബ്ബാബ് ഇബ്നു അറത്തിനോട് മറുപടി പറയുകയാ: ചിന്തിക്കണേ പെങ്ങളെ, എന്നെ ശ്രമിക്കാൻ ഇവിടെ കടന്നു വന്ന വാപ്പമാരെ, ജീവിതത്തിൽ ദുരിതമാണ്, പ്രശ്നമാണ്, സമാധാനമില്ല. ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളയുന്ന ഈ സമുദായത്തിന്റെ പൊന്നുമക്കൾ വളർന്നു വരുന്നൊരു കാലമാണ്. സാമ്പത്തികത്തിന്റെ പ്രയാസങ്ങളുടെ പേരിൽ ജീവനൊടുക്കുന്നവരുണ്ട്. ഒരു മുഴം കയറിൽ തന്റെ ദാമ്പത്തിക ജീവിതം തകർന്നു പോയപ്പോ, താനേറെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച കാമുകൻ തന്നെ തേച്ചിട്ട് പോയപ്പോ, അല്ലാഹുവേ, ഒന്നിച്ചു ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിച്ചു മരിക്കണമെന്ന് നമ്മുടെ ചെറുപ്പക്കാരികൾ പ്രതിജ്ഞ എടുത്തിട്ട് ചന്ദ്രഗിരി പുഴയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നവര്, ചെറുപ്പക്കാരാ, പെങ്ങളെ, ജീവിതത്തിന്റെ സുഖരസങ്ങൾ കുറഞ്ഞു പോകുമ്പോ, കടബാധ്യതകൾ തലക്കുമീതെ പെയ്തിറങ്ങുമ്പോ സമാധാനമില്ല, സന്തോഷമില്ല. അല്ലാഹുവേ, ഇഷ്ടപ്പെട്ട തന്റെ ഭർത്താവുമൊട്ടുള്ള ദാമ്പത്തിക ജീവിതത്തിന്റെ ഇടയില് ചെറിയ ചെറിയ പടലപ്പിടക്കങ്ങൾ കടന്നു വരുമ്പോ, വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളയുന്ന 30-25 വയസ്സുള്ള പൊന്നുമ്മമാരുടെ കാലത്ത് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം പെങ്ങളെ, നിങ്ങളുടെ ചെവി തുറന്നിട്ട്, നിങ്ങളുടെ ശ്രവണപുടം തുറന്നിട്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാ: അയ്യുന്നാസി അസദ്ദു ബലാഅൻ. നബിയെ, ആരെയാണ്
ആരെയാണ് അള്ളാഹു ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്? എനിക്കാണ് ദുനിയാവിലെ പ്രശ്നങ്ങള്, എനിക്കാണ് ദുനിയാവിലെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നവരോട്, പെങ്ങളെ, നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളല്ല, നമ്മൾ സഹിച്ച ദുരിതങ്ങളല്ല, നമ്മൾ അനുഭവിച്ച യാതനകളല്ല. എന്താണ് ജീവിതത്തിന്റെ പ്രയാസങ്ങളെന്ന് നിങ്ങളോട് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ദുനിയാവിലെ പടച്ച റബ്ബ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാ? അവിടെയാണ് പ്രവാചകന്റെ മറുപടി, അല്ലംബിയാഊ അല്ലംബിയാഊ അല്ലംബിയാഊ. അല്ലാഹു ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാക്കിയവര് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാണ്, അല്ലാഹുവിന്റെ അമ്പിയാക്കളെയാണ്. പിന്നെ അവരെ പോലെ ജീവിച്ചവര്, എന്നിട്ട് പ്രവാചകൻ പറയുന്നു, യുബ്തലർ റജുലു അലാ ഹസ്ബി ദീനിഹി. അല്ലാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് അവന്റെ മതമനുസരിച്ചാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വെറുതെ അല്ലാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കൂല. ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ലാഹു ഹൗളിങ് വന്നിട്ട് പ്രശ്നമില്ല. വെറുതെ അല്ലാഹു പരീക്ഷിക്കില്ല. അല്ലാഹു പറയുകയാണ്, യുബ്തലർ റജുലു അലാ ഹസ്ബി ദീനിഹി. ഒരു മനുഷ്യനെ പടച്ച റബ്ബ് പരീക്ഷിക്കുന്നത് അവന്റെ മതബോധം അനുസരിച്ചത്രേ. നിങ്ങൾ അറിയണം, അള്ളാഹുലേക്ക് അടുക്കും തോറും എന്തിനാണ് എന്നെ പടച്ച റബ്ബ് പരീക്ഷിക്കുന്നതെന്ന് പലപ്പോഴും എൻ്റെ ഉമ്മമാര് ചിന്തിക്കാറുണ്ട്. എത്ര കൊല്ലായി തഹജ്ജുദ് മുടക്കാതെ നിസ്കരിക്കുന്നു, എൻ്റെ ജീവിതത്തിന്റെ ദുരിതം മാറുന്നില്ല. എത്ര സദഖ കൊടുത്തു വഅദിന്റെ സദസ്സുകളിൽ എൻ്റെ സ്വർണത്തിന്റെ വില പോലും നോക്കാറില്ല. എന്റെ കയ്യിൽ കിടന്നത് ചോദിക്കുമ്പോഴേ ഞാൻ അള്ളാന്റെ ദീനിന് ഊരിക്കൊടുത്തതാണ്. എൻ്റെ യാചന, എൻ്റെ ചോദ്യം ഒന്നുമല്ല, എൻ്റെ ദുരിതമൊന്നും മാറ്റിത്തരണേ അല്ലാ എന്നാണ്. സദക്ക കൊടുത്തു, നേർച്ചകൾ കൊടുത്തു, മക്കാമുകൾ മുഴുവനും ഞാൻ കയറിയിറങ്ങി. എന്തയല്ലാ നീ എന്നെ അറിയാത്തത്? നമ്മൾ പലപ്പോഴും നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കടബാധ്യതയിലും ഞാൻ സ്വതക്ക കൊടുത്തവനാണ്, പക്ഷെ എൻ്റെ കച്ചവടം മുഴുവനും പൊട്ടിപ്പാളീശായി. ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളും മാറിപ്പോയി. രോഗങ്ങൾ പിടിപെട്ടിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി യാചിക്കേണ്ടുന്ന അവസ്ഥ. കീമോ ചെയ്യാൻ, ഡയാലിസിസ് ചെയ്യാൻ, ആമാശയത്തിലേക്ക് ഭക്ഷണമെത്താൻ തൊണ്ടയിൽ ഹോൾ ഉണ്ടാക്കി അതിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പൈപ്പിറക്കിയവർ. വെള്ളിയാഴ്ച നിങ്ങളുടെ പള്ളികളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ പള്ളിയുടെ വരാന്തയിൽ വന്നു നിൽക്കും പാവപ്പെട്ടവൻ. നിങ്ങൾ തരുന്ന നാണയത്തൊട്ടുകൾ കൂട്ടിവെച്ചിട്ട് വേണം ആഴ്ചയിൽ 2-3 ഡയാലിസിസുകൾ എനിക്ക് ചെയ്യാനെന്ന് പറയുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ ദുരിതമെന്ന്. പലപ്പോഴും നാം അങ്ങനെയാണ് കരുതുന്നത്. എന്റെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം, മറ്റൊരാൾക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാതെ പലപ്പോഴും നാം ചിന്തിക്കുമ്പോ വാപ്പാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 14 മുമ്പ് ഖബ്ബാബ് ഇബ്നു അറത്തിനോട് പറഞ്ഞ മറുപടിയാ, പടച്ച റബ്ബ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയോ? അല്ലാഹുവിന്റെ അമ്പിയാക്കളെയാ. എന്തിനാ പരീക്ഷിക്കുന്നതെന്നറിയണ്ടേ? യുബ്തലർ റജുലു അലാ ഹസ്ബി ദീനിഹി. നീയും നിന്റെ പടച്ച റബ്ബും തമ്മിൽ ഒരു ബന്ധം തുടങ്ങുമ്പോ, പെങ്ങളെ നിസ്കാരത്തിലൂടെ, പെങ്ങളെ നോമ്പിലൂടെ, സ്വതക്കയിലൂടെ പടച്ച റബ്ബും നീയും തമ്മിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ബന്ധം തുടങ്ങുന്നത് അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അപ്പോഴാണ് ദുരിതങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കണ്ടുമുട്ടുന്നത്. അതുവരെ നിന്റെ ജീവിതത്തിലില്ലാത്ത പ്രശ്നങ്ങള്, അതുവരെ നിനക്കില്ലാത്ത സമാധാനങ്ങള് നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രയാസങ്ങളുടെ കൊടുമുടിയിലേക്ക് നിന്റെ ജീവിതത്തെ പടച്ച റബ്ബ് കൊണ്ടുപോകുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടച്ച റബ്ബ് ഏതെങ്കിലും ഒരു മനുഷ്യന് നന്മ ഉദ്ദേശിച്ച അവനെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുമെന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
പടച്ചറബിന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാ. അല്ലാഹു നീയും തമ്മിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ബന്ധം തുടങ്ങുമ്പോഴാ, പടച്ചറബ് നിന്നെ അറിയുമ്പോഴാ, നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ സ്വതക്കയും നിന്റെ ഹജ്ജുമെല്ലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുമ്പോഴാ വാപ്പാ നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പൂമാല പോലെ കടന്നു വരുന്നത്. നിങ്ങൾക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകണം പെങ്ങളെ. ഹബീബായ പ്രവാചകൻ തങ്ങളെ പ്രബോധന പ്രവർത്തനത്തിന്റെ പരസ്യമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനോട് ആ നാട്ടിലുള്ള ഒരു മനുഷ്യനും ദേഷ്യമില്ല, പ്രവാചകനോട് കോപമില്ല. ഹബീബായ പ്രവാചകനോട് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തേക്ക് കടന്നു വന്ന ഉത്തുബത്തും സൈബത്തും വലീദും മുഗീറത്തും അടക്കമുള്ള അബൂജഹലും അബൂലഹബും അടക്കമുള്ള അല്ലാഹുവേ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തേക്ക് പിൽക്കാലത്ത് കടന്നു വന്ന ആളുകൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയിട്ട് പറഞ്ഞതെന്താ? മുഹമ്മദേ നീ അല്ലമീന, മുഹമ്മദേ നീ അസ്വാദിഖ, നീ കളവ് പറയുന്നവനല്ല, നിന്റെ വായിലൂടെ അസത്യം കടന്നു വന്നിട്ടില്ല, നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്, കച്ചവടം നിന്നെ ഏൽപ്പിക്കാം, കുടുംബത്തിൽ നിന്നെ കയറ്റാൻ കൊള്ളാം, നിന്നെക്കാൾ നല്ലൊരു മനുഷ്യനെ മക്കയുടെ ഈ മണലാരുണ്യത്തിൽ കാണാൻ കഴിയില്ലെന്ന് ആ ജനത മുഴുവനും വിളിച്ചു പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എപ്പോഴാ ദുരിതങ്ങൾ തുടങ്ങിയത്? നിങ്ങൾ അറിയണം. എപ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നറിയണോ? അല്ലാഹുവിന്റെ റസൂലിനോട് വിശുദ്ധമായ ഖുർആൻ പരസ്യ പ്രബോധനത്തിനുള്ള അനുമതി നൽകുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ വന്ദിർ അസീറതകൽ അഖ്റബീൻ, അങ്ങയുടെ അടുത്ത കുടുംബാദികളോട് നബിയേ അങ്ങ് മുന്നറിയിപ്പ് നൽകണം. നബിയേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പനകളെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. നബിയേ സ്വർഗമുണ്ട്, നരകമുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്, എല്ലാം അവരുടെ മുമ്പിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹബീബായ പ്രവാചകന്റെ മുമ്പിലേക്ക് അതാ ദിവ്യബോധനവുമായി പെയ്തിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രഥമ പടിയിലൂടെ കടന്നു പോവുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കരകൻ അല്ലാതൊരിലാഹില്ലെന്ന് വിളിച്ചു പറയാൻ തുടങ്ങുകയാ. അതുവരെയുള്ള ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ പോവുകയാ. പരീക്ഷണത്തിന്റെ കൂരമ്പുകൾ പ്രവാചകന്റെ നേരെ കടന്നു വരാൻ തുടങ്ങുകയാ. അല്ലമീൻ എന്ന് പറഞ്ഞ സമൂഹമാണ്, അസ്വാദിക്കെന്ന് പറഞ്ഞ സമൂഹമാണ്, നിന്നെക്കാൾ നല്ലൊരു മനുഷ്യനെ ഈ നാട് കണ്ടിട്ടില്ലെന്ന് ആ നാട്ടുകാര് മുഴുവനും വിളിച്ചു പറഞ്ഞ പ്രവാചകന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതാ സഹോദരങ്ങളെ, കൃത്യമായിട്ട് നിങ്ങൾ അറിയണേ, മനസ്സിലാക്കണേ. ഹബീബായ തങ്ങളെ മർവാ കുന്നിന്റെ ചാരത്ത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് പ്രവാചകൻ പറയുന്നു, ജനങ്ങളെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. പ്രവാചകൻ അറിയാ പടച്ചറബിനെ പറയാൻ തുടങ്ങുമ്പോ അല്ലമീനെന്നും അസ്വാദിക്കെന്നും പറഞ്ഞ സമൂഹം അല്ലാഹുവിന്റെ റസൂലിനോട് കൃത്യമായിട്ട് എതിര് പറയുമെന്ന് പ്രവാചകൻ അറിയാം. എങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പരീക്ഷിക്കുകയാണ് ആ ജനതയെ. പ്രവാചകന് ചോദിക്കുന്നു, ഈ കാണുന്ന സഫ മർവ കുന്നിന്റെ പുറകിൽ നിന്ന് ഒരു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നിങ്ങൾ എന്നെ അവിശ്വസിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് നിന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ജനസമൂഹം ഹബീബായ പ്രവാചകനോട് പറയുന്നു, മുഹമ്മദേ നീ അസ്വാദിക്കാ, നീ അല്ലമീന, നീ പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കുമല്ലോ, നീ പറഞ്ഞാ ഞങ്ങൾ അവിശ്വസിക്കില്ല, നീ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പടച്ചറപ്പിനെ പരിചയപ്പെടുത്താൻ തുടങ്ങുകയാ. റസൂലുള്ള പറയുന്നു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കണേ, നിങ്ങളെ പടച്ചറബിനെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണേ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്,
നാളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു ലോകമുണ്ട്. നിങ്ങളുടെ നന്മതിന്മകളെ തൂക്കി നോക്കുന്ന സിറാത്തുണ്ട്. അല്ലാഹുവേ, നിങ്ങളുടെ നന്മതിന്മകളെ തൂക്കി നോക്കുന്ന മീസാനുണ്ട്. കാലിടറാതെ കടന്നു പോവേണ്ടുന്ന സിറാത്തുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങുമ്പോ അവിടെയാണ് പ്രവാചകനോട് ജനങ്ങൾ എതിരാവുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി അല്ലമീൻ എന്ന് പറഞ്ഞവന് നബിയെ നോക്കിയിട്ട് പറയുന്നു, മുഹമ്മദേ തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്, നീ നശിച്ചു പോവട്ടെ, നീ നശിച്ചു പോവട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അതുവരെ ഏറ്റവും സ്നേഹിച്ചവന്, അതുവരെ നല്ലവനെന്നും ആസ്വാദിക്കെന്നും വിളിച്ചു പറഞ്ഞവന് ഹബീബായ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറയുന്നു, വാപ്പാ നീ നശിച്ചു പോവട്ടെ എന്ന് പ്രവാചകനോട് പറഞ്ഞത് അവിടെയാ. ജീവിതത്തിന്റെ ദുരിതക്കയത്തിലേക്ക് പ്രവാചകനെ കടന്നു പോവുകയാ. അവിടെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് തുടങ്ങുന്നത്. പടച്ച റബ്ബിലേക്ക് നമ്മൾ അടുക്കുമ്പോ, അല്ലാഹുവിലേക്ക് നമ്മൾ ഹൃദയമായിട്ടൊരു ബന്ധം തുടങ്ങുമ്പോ അവിടെയാണ് വാപ്പാ പ്രവാചകന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തുടങ്ങിയത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് ത്വായിഫിന്റെ തെരുവോരത്തിലൂടെ കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിലേക്ക് ത്വായിഫിന്റെ പീറച്ചെറുക്കന്മാര് കരിങ്കല്ല് കഷണങ്ങൾ വലിച്ചെറിഞ്ഞത് റിസാലത്തിന്റെ കാൽപാദത്തിലൂടെ അതാ രക്തമിങ്ങനെ ചാലിട്ടൊഴുകി. വാപ്പാ അവിടുന്ന് സുജൂദിൽ കിടക്കുന്ന സമയത്തു ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കഴുത്തിൽ കൊണ്ടിട്ടത് എപ്പോഴാ പെങ്ങളെ? ഇലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാ. ഹബീബായ പ്രവാചകൻ തങ്ങളോടൊരു നാട് മുഴുവൻ ഉപരോധത്തിലാണ്. മുഹമ്മദേ, ഈ നാട്ടിൽ നിനക്ക് ജീവിക്കാൻ അനുവാദമില്ല. നീ കൊണ്ടുവന്ന മതവും നിന്റെ ആൾക്കാരും കൊണ്ട് രക്ഷപ്പെട്ടോ. ഉക്കാള ചന്ത മുഴുവനും പ്രവാചകനോട് ഉപരോധത്തിലാ. കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണമില്ല. ഹബീബായ തങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അല്ലാഹുവിന്റെ റസൂലുമായിട്ട് എല്ലാവരും കച്ചവട ബന്ധം വിച്ഛേദിച്ചു. വാപ്പാ ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ഉമ്മയെ വിളിക്കുന്നത്. മോളെ ഖദീജ, ഈ നാട്ടിൽ എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഇവിടെ പടച്ച റബ്ബിനെ പറഞ്ഞതിന്റെ പേരില് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. ഇവിടെ നിന്നാ പട്ടിണിയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് ഈ നാട് വിട്ട് ഞാൻ പോകുന്നെന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞത് എപ്പോഴാണ്? വാപ്പാ സിഅബ് അബീ ത്വാലിബിലേക്ക് തന്റെ സ്വഹാബത്തിന്റെ കൈപിടിച്ചു പ്രവാചകൻ കടന്നുപോയി. 2 വർഷക്കാലമാണ് പച്ചവെള്ളവും പച്ചിലയും കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സിഅബ് അബീ ത്വാലിബിൽ താമസിച്ചത്. ചരിത്രത്തിൽ കാണാം, സഹാബത്ത് വിസർജിക്കുമ്പോ കന്നുകാലികൾ വിസർജിക്കുന്നത് പോലെ പുറത്തേക്ക് വന്നെന്ന് ചരിത്രം പറഞ്ഞെങ്കില് ഈ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം അത് അല്ലാഹുവിന്റെ റസൂല് തന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയതാണ്. വാപ്പാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരിക്കലും, നബിയേ യാ റസൂലല്ലാഹ്, പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാ നബിയേ? അബൂബക്കർ തങ്ങൾ ചോദിക്കുകയാണ്, പ്രവാചകന്മാരില് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നു, സിദ്ദീഖേ, പടച്ച റബ്ബ് എന്നെ പരീക്ഷിച്ചതുപോലെ വാപ്പാ പെങ്ങളെ ചിന്തിക്കണേ. ആരാ പറഞ്ഞത്? ലോകത്തിന്റെ നായകനാണ് അശ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസാര പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോ ഒരു മുഴങ്കൈയിൽ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളോട് പറയുന്ന, അബൂബക്കറേ, പടച്ച റബ്ബ് എന്നെ പരീക്ഷിച്ചതുപോലെ, അല്ലാഹു എന്നെ പരീക്ഷിച്ചതുപോലെ ദുനിയാവിൽ ഒരു പ്രവാചകന്മാരെയും പടച്ച റബ്ബ് പരീക്ഷിച്ചിട്ടില്ല. നബിയേ, എന്തിന്റെ പേരിലാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഏറ്റുവാങ്ങുന്നത്? അവിടെയാണ് റസൂലുള്ള പറയുന്നത്, സഹാബാ,
ദുനിയാവിലെ ഏറ്റവും വലിയ പരീക്ഷണം ഏതെന്നറിയോ? അത് ഈമാനിന്റെ പരീക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനൊരു പരീക്ഷണത്തിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. എത്ര ആളുകളാണ് പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു പോകുന്നത്? നാസ്തിക സമൂഹത്തോട് ഒപ്പം യുക്തിവാദികളോടൊപ്പം കൂടിച്ചേരുന്നവർ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ഒരു ആലിമ് ഒരു മതനിയമം അത് നിങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ട് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സ്ത്രീ സമൂഹം നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് എന്നോടെന്നാണ്. അല്ല പെങ്ങളെ, അത് കാപട്യത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വീണുപോയിട്ടാണ് നീയും ആലിമീങ്ങളെ കുറ്റം പറയണത്. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല ഇസ്ലാം. ആണോ? നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതാണോ ഇസ്ലാം? അല്ല. ഇസ്ലാം നമ്മുടെ മുമ്പിൽ കൃത്യമായൊരു രൂപരേഖ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. അത് ചെറുതു മുതൽ വലുതുവരെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യേണ്ടുന്ന നിയമങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം കൃത്യമായിട്ട് നമ്മുടെ മുമ്പ് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ജീവിച്ച് നമ്മുടെ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാനുള്ളതാണ്. ആ പ്രവാചക നിലപാടിനോട്, പ്രവാചക ജീവിതത്തിനോട് ഒരു തരി കഷണം, ഒരു കടുകിന്റെ കഷണം പോലും ആ ജീവിതത്തോട് വൈരുദ്ധ്യമായൊരു ജീവിതം നമുക്ക് സ്വീകരിക്കാൻ അനുവാദമില്ല. അത് തലയിൽ തട്ടമിടുന്ന വിഷയത്തിലാണെങ്കിലും, പണ്ടൊക്കെ എന്റെ സഹോദരിമാർ അത്രമേൽ തലയിൽ തട്ടമിടുന്ന വിഷയത്തിലും മുഖം മറയ്ക്കുന്ന വിഷയത്തിലൊക്കെ അത്രമേൽ അള്ളാഹുവിനെ പേടിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ യുവസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ജീവിതത്തിൽ അങ്ങനൊരു വിഷയം ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല. സൗദി രാജാവിന്റെ ഭാര്യ, ദുബൈ രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും നമ്മൾ ദീനിനെ വിലയിരുത്തുന്നത്. ദുബൈ രാജാവിന്റെ ഷെയ്ഖിന്റെ ഭാര്യയ്ക്ക് തലയെ തട്ടമില്ല, അതുകൊണ്ട് ഞാനും ഇടുന്നില്ല. ഷെയ്ഖിന്റെയോ തങ്ങളുടെയോ ആരുമാവട്ടെ, നമുക്ക് മാതൃക അള്ളാഹുവും അവന്റെ റസൂലുമാണ്. അവര് പറഞ്ഞതേ ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ഷെയ്ഖ് പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു എന്നൊന്നുമല്ല. അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞോ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് അതാണ്. ഉസ്താദന്മാര് ദീൻ പറയുമ്പോ അതൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് നിങ്ങളോട് പറയണതല്ല. വിമർശിക്കുമ്പോഴും പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കണത് ആലിമീങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വയതിന് മാറ്റുകൂട്ടാൻ പാതിരാത്രി സമയമില്ലാത്തതുകൊണ്ട് പൈസക്ക് വേണ്ടി ഇവരൊക്കെ ഇങ്ങനെ തൊണ്ടകീറണതാണ് എന്നാണ് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചത്. അല്ല, ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും പറയണില്ല. ഞങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് മാത്രമാണ്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് മാത്രമാണ്. തലമറക്കണമെന്ന് മുഅ്മിനീങ്ങളോട് കൃത്യമായി കൽപ്പിക്കപ്പെട്ടതാണ്. മാന്യമായ വസ്ത്രം ധരിക്കണം, പർദ്ദ ധരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയല്ല. നിന്റെ ഔറത്തുകൾ കൃത്യമായി മറയുന്ന മാന്യമായ വസ്ത്രം ധരിക്കാൻ അള്ളാന്റെ ദീൻ പറഞ്ഞതാണ്. സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അന്യപുരുഷന്റെ കണ്ണിന് സുഖം തരുന്ന തരത്തിലുള്ള വസ്ത്രവിധാരണം അള്ളാഹുവിന്റെ ദീൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിരോധിച്ചതാണ്. നിന്റെ സൗന്ദര്യം കാണേണ്ടത് നിന്റെ ഭർത്താവാണ്, നിന്നെ ആസ്വദിക്കേണ്ടത് നിന്റെ ഭർത്താവാണ്. നിന്റെ അഴകും നിന്റെ ലാവണ്യവും എല്ലാം കാണുകയും തൃപ്തിപ്പെടുകയും ചെയ്യേണ്ടത് നിന്റെ ഭർത്താവാണ്. പരപുരുഷന്റെ കണ്ണിന് സുഖം നൽകുന്ന കാഴ്ച വസ്തുവായി ഈ സമൂഹത്തിന്റെ പെങ്ങന്മാര് മാറാൻ പാടില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന നിങ്ങളുടെ ആളുകൾ ഒരിക്കൽ പോലും നിങ്ങളുടെ നന്മയല്ല. ഒരുപക്ഷെ ഭൗതിക ജീവിതത്തിൽ യൂട്യൂബിന്റെ വരുമാനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് നിങ്ങൾക്ക് ഉണ്ടാവാം. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിച്ചെല്ലുമ്പോ പെങ്ങളെ, നന്മതിന്മകൾ തൂക്കി നോക്കുന്ന ദിവസം നിങ്ങളുടെ നന്മയുടെ ഭാണ്ഡത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മറന്നു പോവരുത്. അള്ളാഹുവിന്റെ ദീനിനെയും പരിശുദ്ധ ഇസ്ലാമിന്റെ സിയാറുകളെയും ഒക്കെയും കാറ്റിപ്പറത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പല ഇസ്ലാമിക പേരുകളിൽ അറിയപ്പെടുന്ന സഹോദരിമാരും. ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? അങ്ങനല്ല, നിങ്ങൾ ഓരോരുത്തരും ചതിക്കുഴിയിൽ ചെന്ന് ചാടുമ്പോ പ്രയാസമുണ്ട്. അത് അള്ളാന്റെ റസൂൽ അനുഭവിച്ചൊരു പ്രയാസമാണ്. ജൂതനായ മനുഷ്യന്റെ ജനാസ പരിശുദ്ധമായ മദീനത്തുൻ നബവിയുടെ ചാരത്തൂടെ കടന്നുപോയപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നതും അവിടുന്ന് നിന്റെ കണ്ണു നിറഞ്ഞതും. സഹാബത്ത് ചോദിച്ചത്, നബിയെ അതൊരു അമുസ്ലിമായ മനുഷ്യന്റെ ജനാസയല്ലേ, പിന്നെന്തിനാണ് അങ്ങ് എഴുന്നേറ്റ് നിന്നതും അങ്ങയുടെ കണ്ണു നിറഞ്ഞതും? അവിടെ റസൂലുള്ള പറഞ്ഞ മറുപടിയാണ് നിങ്ങളോട് പറയാനുള്ളത്. സഹാബ, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അമുസ്ലിമായി മരിച്ചുപോയല്ലോ, അതാണ് എന്റെ കണ്ണ് നിറച്ചു കളഞ്ഞത് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സ്വർഗം എന്റെ നരകം നിങ്ങൾക്കെന്ത് ബന്ധമെന്ന് ചോദിക്കുമ്പോ പെങ്ങളെ, ആ ദണ്ണമാണ് ഈ പണ്ഡിത സമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. ഇത് പറഞ്ഞു തരേണ്ടത് പണ്ഡിത സമൂഹത്തിന്റെ അവകാശമാണ്. അവരോട് അള്ളാഹു ഏൽപ്പിച്ച, പ്രവാചകൻ വറാസത്തായിട്ട് അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് റസൂലുള്ള വെറുതെ പറഞ്ഞല്ല. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞത്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ആ ഒരു ദീൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനാണ്. അവിടെയാണ് പലപ്പോഴും ഇസ്ലാമിനെ നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാര് ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചിട്ട് മറ്റൊരു ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നത്. പാടില്ല. ഈമാൻ ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ കൽബിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും. ഒരു സെക്കൻഡ് മതി. ഫേസ്ബുക്കുകളിലും ഇൻസ്റ്റഗ്രാമുകളിലും നീ നിന്റെ കൈപ്പടയിൽ കുറിച്ചെറുക്കുന്ന ഓരോ എഴുത്തുകളും ഓരോ കമന്റുകളും ഒരുപക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലായി പോകുന്നു എന്നുള്ളത് അത്രമേൽ പ്രയാസം സൃഷ്ടിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനെ മറന്നു പോവരുത്. എന്റെ അള്ളയുണ്ട്, എനിക്ക് അവൻ എന്നെ സഹായിക്കും, അവൻ എന്നെ ചേർത്തു പിടിക്കും. ഈമാനിന്റെ പരീക്ഷണത്തിന്റെ മുമ്പേ സഹാബത്ത് പതറാതെ നിന്നത് അങ്ങനെയാ. സഹാബത്ത് ഈമാനിന്റെ പരീക്ഷണത്തിന്റെ മുമ്പ് പതറാതെ നിന്നത് അങ്ങനെയാ. എന്റെ ചെറുപ്പക്കാരാ, ജീവിതത്തിലൊരു പരീക്ഷണം വരുമ്പോൾ അള്ളാനെ മറക്കല്ലേ. എന്റെ പടച്ചറബ് എന്നെ കാണുന്നുണ്ടല്ലോ, എന്റെ അള്ള എന്നെ അറിയുന്നുണ്ടല്ലോ. ആരെന്നെ സഹായിച്ചില്ലെങ്കിലും, എന്റെ നാട്ടുകാരെന്നെ കൈയൊഴിഞ്ഞാലും, എന്റെ വീട്ടുകാരെന്നെ കൈയൊഴിഞ്ഞാലും, എന്റെ സുഹൃത്തുക്കൾ എന്നെ കൈയൊഴിഞ്ഞാലും അള്ളാഹു എന്നെ കാണുന്നല്ലോ. പടച്ചറബ് എന്നെ സഹായിക്കുമല്ലോ. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആ ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. വാപ്പാ, എന്റെ പെങ്ങളെ, ജീവിതത്തിൽ കാലിടറുമ്പോ മരണത്തെ ചിന്തിക്കലല്ല. എന്നെ അറിയുന്നവൻ അല്ലയാ, എന്നെ തിരിച്ചറിയുന്നത് എന്റെ പടച്ചറബ്ബാ. പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ചേർത്തു പിടിക്കുന്നവനവനാ. മനസ്സ് തുറക്കു പെങ്ങളെ, മനസ്സ് തുറക്കു വാപ്പാ. അല്ലാ അല്ലാ അല്ലാ, എന്നെ കാണുന്ന അല്ലാ, എന്നെ അറിയുന്ന അല്ലാ, എന്നെ ചേർത്തു പിടിക്കുന്ന അല്ലാ, എന്നെ ആഗ്രഹിപ്പിക്കുന്ന അല്ലാ. പടച്ച റബ്ബിലേക്ക് തിരിയു പെങ്ങളെ. ജീവിത പ്രതിസന്ധി ഘട്ടത്തിൽ പറയണേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എന്തേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ താളം തെറ്റുമ്പോ, ജീവിതത്തിൽ ഒരു പിഴവ് പറ്റുമ്പോ, ജീവിതത്തിൽ മരണത്തെ തെരഞ്ഞെടുക്കണമെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ബോധം വരുമ്പോ, എന്തേ പെങ്ങളെ നിനക്ക് നിന്റെ അല്ലാനെ ഓർമ്മ വരാത്തത്? എന്തേ നിനക്ക് നിന്റെ പടച്ചറപ്പിനെ തിരിച്ചറിയാത്തത്? അവൻ എന്നെ കാണുന്നുണ്ടെന്ന് എന്തേ നിന്റെ മനസ്സിൽ ബോധം വരാത്തത്? അതുകൊണ്ടാണ് പരിശുദ്ധമായ മദീനത്തെ പള്ളിയില് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സഹാബത്തിനെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, സഹാബത്തെ, ജീവിതത്തിന്റെ ഇടനാഴികളിൽ താളം പിഴയ്ക്കുമ്പോ, ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ, ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, നിങ്ങൾക്ക് ഞാനൊരു പ്രവാചകരെ പരിചയപ്പെടുത്തി തരട്ടെയോ? ആരാണെന്നറിയോ? സയ്യിദുനാ കലീമുല്ലാഹി മൂസ
അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ ഏറ്റവും വലിയ കൊടിയ ഭീകരനായ ഫിർഔനിന്റെ കൊട്ടാരത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളർത്തി വലുതാക്കിയ പ്രവാചകനാ കലീമുല്ലാഹി മൂസ ആരാ ഫിർഔൻ എന്നറിയുമോ വാപ്പാ വഇദ് നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹിയൂന നിസാഅകും അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഫിർഔനിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെയാ പെണ്ണുങ്ങൾ ഉണ്ടായാ ജീവിക്കാൻ വിടുകയാ ആൺമക്കളാണ് ജനിച്ചു പോയതെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുകയാ ആ ഫിർഔനിനെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന സർവമാന സജ്ജീകരണങ്ങളും അല്ലാഹു ഒരുക്കി കൊടുത്ത അല്ലാഹുവേ അന റബ്ബുകുമുൽ അഅ്ലാ ഞാനാണ് റബ്ബെന്ന് വീൺപുവാദം പറഞ്ഞ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തി വലുതാക്കിയത് മൂസാ നബിയോട് പടച്ച റബ്ബ് ഒരിക്കൽ പറയുന്നു മൂസാ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ മൂസാ ജീവിതത്തിന്റെ വലിയൊരു പാഠം മൂസാ നബിയും അനുയായികളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാ പെങ്ങളെ മൂസാ നബിയോട് അല്ലാഹ് പറയുന്നു മൂസാ നിന്നെ കൊണ്ട് വിശ്വസിച്ച ജനതയുടെ കൈപിടിച്ചിട്ട് രക്ഷപ്പെട്ടോ ഈ നാട്ടിൽ നിന്ന ശത്രുക്കൾ നിന്നെ കൊന്നുകളയോ ഫിർഔനിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് അത്രത്തോളം ആയുധധാരികളായ സർവമാന സജ്ജീകരണങ്ങളുമുള്ള സേനാനായകന്മാരുണ്ട് സൈന്യങ്ങളുണ്ട് മൂസാ നിന്നെ കൊണ്ട് വിശ്വസിച്ച ജനതയുടെ കൈപിടിച്ചു രക്ഷപ്പെട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാ മൂസാ നബി തന്റെ ജനതയും വിളിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് അല്ലാഹുവേ മൂസാ നബിയും സംഘത്തെയും കൊന്നൊടുക്കാൻ ഊരിപ്പിടിച്ച വാളുമായി ഫിർഔനിന്റെ കിങ്കരന്മാര് ഓടി ഓടി അവസാനമല്ലാ ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പപ്പെടുകയാ അവസാനം മൂസാ നബിയുടെ ജനത നോക്കുമ്പോ മുമ്പിലതാ ആർത്തിരമ്പുന്ന തിരമാലയാണ് പിറകിലോ സർവമാന ആയുധ സജ്ജീകരണവുമായി ഫിർഔനിന്റെ കിങ്കരന്മാരാ എങ്ങനാണ് അല്ലാഹ് രക്ഷപ്പെടുന്നത് എങ്ങനാണ് അല്ലാഹ് രക്ഷപ്പെടുന്നത് ഫിർഔനിന്റെ കിങ്കരന്മാരുടെ വാൾത്തലക്ക് ഞങ്ങൾ ഇന്നിരയാകുമല്ലോ മൂസാ നബിയോട് തന്റെ ജനത പറയുന്നു കാല അസ്ഹാബു മൂസാ ഇന്നാല മുദറകൂ പെട്ടുപോയല്ലോ നബിയേ പെട്ടുപോയല്ലോ നബിയേ ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത് ആരാണ് നമ്മളെ അറിയാനുള്ളത് കലീമുല്ലാഹി മൂസാ നബിയോട് തന്നെ ജനത ആവലാതി പറയുമ്പോ അവിടെയാണ് പെങ്ങളെ അവിടെയാണ് വാപ്പാ മൂസാ നബിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട വന്നില്ല മൂസാ നബിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല മൂസാ നബി തന്റെ അനുചരന്മാരോട് പറയുന്നു കാലക്കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ പടച്ചറബ്ബനെ കാണുന്നുണ്ട് അല്ലാഹു എന്നോടൊപ്പമുണ്ട് പടച്ചറബ്ബന്റെ മുമ്പിലേക്ക് എല്ലാ വഴികളും തുറന്നിട്ടു തരുമെന്ന് സയ്യിദുനാ കലീമുല്ലാഹി മൂസാ മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു മൂസാ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടൊന്ന് നിലത്തടിക്ക് ആ വെള്ളത്തിലേക്ക് മൂസാ നബി അടിച്ചു കടല് മൂസാ നബിക്ക് വഴി മാറി മൂസാ നബിയും കൂട്ടരും കടലിന്റെ മറുകര കടന്നു ആ കടലിലാണ് ഫിർഔനിനെയും സംഘത്തെയും അല്ലാഹു മുക്കിക്കൊന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബിലേക്ക് ജീവിതത്തിന്റെ എല്ലാം സമർപ്പിച്ചപ്പോ അവിടെയാണ് അല്ലാഹ് പറഞ്ഞത് നീ എന്നിലേക്ക് അടുത്താൽ അല്ലാഹ് പറഞ്ഞു തരുന്നത് എത്രയോ വിശാലമാണ് റബ്ബ് നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കുകയാണ് അല്ലാഹ് പറയാ എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കുകയത്രേ അവനൊരു മുഴം അടുത്താൽ ഒരു മാറ് ഞാൻ അവനിലേക്ക് അടുക്കുകയാണ് അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുമെന്ന് ഖുദ്സിയായ ഹദീസില് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ്
അവിടെയാണ് നമുക്ക് നമ്മുടെ റബ്ബിനെ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് പടച്ച റബ്ബിനെ നാം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടല്ല അല്ലാ. ജീവിതത്തിൽ നമ്മെ അറിയുന്നവൻ അല്ലയാണ്, നമ്മളെ കാണുന്നവൻ അല്ലയാണ്, നമ്മളെ ആഹരിപ്പിച്ചത് അല്ലയാണ്, നമ്മളെ ധരിപ്പിച്ചതും കുടിപ്പിച്ചതും അല്ലയാണ്. ഏറ്റവും വലിയ ഈമാനിന്റെ പരീക്ഷണം പടച്ച റബ്ബിന്റെ പേരിലാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. അവിടെയാണ് നമ്മൾ അല്ലാഹനെ അറിയേണ്ടത്. എനിക്കെന്റെ പടച്ച റബ്ബ് ഒരുക്കിയ പരീക്ഷണം നാളെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം, എന്റെ പടച്ച റബ്ബിനെ നാളെ അവന്റെ മുമ്പിൽ ഞാൻ കണ്ടുമുട്ടുന്ന ദിവസം എങ്ങനെയാണ് അല്ലാഹനെ കാണേണ്ടത്? ജീവിതത്തിൽ ചെയ്ത പാപത്തിന്റെ ആ ഒരു പടുകുഴിയിലേക്ക് പോയിട്ടാണോ പടച്ച റബ്ബിനെ നമുക്ക് കാണേണ്ടത്? നമുക്ക് എങ്ങനെ അല്ലാഹനെ കണ്ടുമുട്ടേണ്ടത്? പാപത്തിന്റെ പടുകുഴിയിൽ കടന്നുപോയിട്ടല്ല അല്ലാഹനെ നമുക്ക് കണ്ടുമുട്ടേണ്ടത്. പാപങ്ങളില്ലാതെ പടച്ച റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടണം. വേണ്ടേ? അല്ലാഹനെ എങ്ങനെ കണ്ടുമുട്ടേണ്ടത്? പാപങ്ങൾ ഒരു തുള്ളി പോലും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കാത്ത അവസ്ഥയിലാണ് നമുക്ക് അല്ലാഹനെ കണ്ടുമുട്ടേണ്ടത്. അതിന് അല്ലാഹ് പറഞ്ഞത് മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആലാ വമാ അലൈഹി ഖതീആ. നിന്റെ ശരീരത്തിലും നിന്റെ സമ്പത്തിലും നിന്റെ സന്താനത്തിലും അല്ലാഹു നിന്നെ പരീക്ഷിക്കും. ഏതുവരെയാണ്? പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തില് പാപങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ എത്തുന്നത് വരെ അല്ലാഹു നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയാണ് അള്ളാന്റെ ഖുർആൻ നമ്മളോട് ഓരോന്നും കൃത്യമായിട്ട് ഉണർത്തി തരുന്നത്. പക്ഷെ നാം തിരിച്ചറിയുന്നില്ല. ജീവിതത്തിന്റെ ദുരിതങ്ങളും പൈസ ഇല്ലാത്തൊരവസ്ഥയെ പലപ്പോഴും നാം കാണുന്നത് ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഒരു അവസ്ഥയായിട്ടാണ്. ഇല്ലേ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ആ അവസ്ഥയെ കുറിച്ച് എന്തു പറയും? എന്താ പറയാ? എന്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണ ഘട്ടമാണ്. അല്ലേ? പൈസ ഇല്ലാത്ത അവസ്ഥ ഒരു പരീക്ഷണമാണെന്നാണ് പലപ്പോഴും നാം പറയണത്. ദാരിദ്ര്യം, ജോലിയില്ല, വാഹനമുണ്ട്, ഓട്ടോ ഇല്ല, കച്ചവടമില്ല, രാവിലെ മുതൽ ഇങ്ങനെ തുറന്നിരിക്കും, വൈകുന്നേരം ഷട്ടർ അടയ്ക്കും, കച്ചവടമൊന്നുമില്ല, ലാഭമില്ല, ദാരിദ്ര്യമാണ്, പ്രശ്നമാണ്. പൈസ ഇല്ലാത്തൊരവസ്ഥയെ പലപ്പോഴും നാം കാണുന്നത് പരീക്ഷണമായിട്ടാണ്. പക്ഷേ പൈസ ഉള്ള അവസ്ഥയെ പലപ്പോഴും നാം പരീക്ഷണമായിട്ട് കാണാറില്ല. ഉണ്ടോ? ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടോ? പൈസ ഉള്ള അവസ്ഥ നമ്മൾ പറയും സന്തോഷമാണ്, അടിച്ചു പൊളിച്ചൊരു ജീവിതമാണ്, നല്ല കാറ്, നല്ല വീട്, നല്ല ഭാര്യ. അന്നൊന്നും നമുക്ക് അല്ല വേണ്ട. വേണോ? അന്ന് പള്ളിയില്ല, പള്ളിക്ക് കടമുണ്ട്, ബാധ്യതയുണ്ട്, തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. നല്ല കച്ചവടം, നല്ല ഭാര്യ, നല്ല ചുറുചുറുക്കുള്ള മക്കൾ, വിദേശത്ത് നല്ല ജോലി, മാസാമാസം ആവശ്യങ്ങൾക്ക് വരാനുള്ള ടിക്കറ്റ്, തിരിച്ചു പോകാനുള്ള കമ്പനി ടിക്കറ്റ്, എല്ലാം നമുക്ക് സ്വായത്തമാക്കി ദുനിയാവിൽ ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല അത് നമ്മുടെ പരീക്ഷണത്തിന്റെ നാളുകളാണ് എന്ന്. നമ്മൾ അത് പരീക്ഷണമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയോ? കൊറോണ കാലഘട്ടം വന്നപ്പോ പ്രവാസികൾ പലതും നിപ്പി പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. അറബി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞയച്ചത്. പക്ഷെ കൊല്ലം 5 കഴിഞ്ഞു, ഇന്നേ വരെ അറബിയുടെ അഡ്രസ് ഇല്ല. അല്ലേ? 1.5-2 ലക്ഷം വാങ്ങി ജോലി ചെയ്ത പല വാപ്പമാരും ഇന്ന് കാസർഗോഡ്, മംഗലാപുരത്തെ ടെക്സ്റ്റൈൽസുകളിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. ഉസ്താദെ 2 ലക്ഷം സാലറി ഉണ്ടായിരുന്നു. കൊറോണ കാലത്ത് 2 ലക്ഷം സാലറിയാണ് കൊറോണയ്ക്ക് മുമ്പ്. എന്റെ മോളെ എഞ്ചിനീയറിന് ചേർത്തു, ഒരാളെ ഞാൻ ഡോക്ടറിന് ചേർത്തു. ആദ്യത്തെ ഗഡു ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴാണ് കൊറോണ സ്ഥിരീകരിച്ചത്. അറബി പറഞ്ഞു തൽക്കാലം നാട്ടിപ്പോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി. ഈ കാലയളവിൽ വിളിച്ചിട്ടില്ല. എന്റെ മക്കളുടെ ഫീസ് ഇന്ന് ഞാൻ 500-600 രൂപയ്ക്ക് തിരിച്ചു പോകാൻ വഴിയില്ല, ഗതിയില്ല. എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. പഠിത്തം പാതി വഴിയിൽ പോയി. ഇന്ന് ഞാൻ 600-700 രൂപ ദിവസ ശമ്പളത്തിന് ഞാന് ടെക്സ്റ്റൈൽസിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയാണ്. ഉള്ള ഒരവസ്ഥ ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും ഉള്ള അവസ്ഥ പരീക്ഷണമായിരുന്നു എന്ന് നാം അറിഞ്ഞത്. അള്ളാഹു പറയുന്നുണ്ട് ഖുദ്സിയായ ഹദീസിൽ, നിങ്ങൾ അറിയാൻ അടിവരയിട്ടിട്ട് എന്റെ ഉമ്മമാര്, സഹോദരിമാര് ഓർത്തു വെക്കേണ്ടുന്നൊരു വാചകമാണ്. അള്ളാഹ് പറയാൻ, ജീവിതത്തിൽ സമ്പത്തും സൗകര്യങ്ങളും പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ
നിങ്ങളുടെ ഇല്ലായ്മയുടെ ഘട്ടത്തിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കില്ലെന്ന് ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അറിയണം, സമ്പത്ത് നൽകിയ ഒരു കാലത്തിൽ കാറും വീടും ഭാര്യയും മക്കളും എല്ലാം അള്ളാഹു ഈ ദുനിയാവിൽ വാരിക്കോരി തന്നൊരു കാലം. അന്ന് നീ പടച്ച റബ്ബിനെ തിരിച്ചറിയാതെ രോഗം വന്നപ്പോ അപ്പോഴാണ് ഓടി വരുന്നത്. ഹോസ്പിറ്റലിന്റെ ഏനപ്പൊയ്യയിലും ഇന്ത്യാന ഹോസ്പിറ്റലിന്റെ ഒക്കെ ഉൾത്തടങ്ങളിൽ വാപ്പ ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴാണ് ഓടി വരുന്നത് ഖത്തീബിനെ കാണാൻ. വാപ്പ മരിക്കാൻ കിടക്കുകയാണ്. ഡോക്ടർമാര് പറയണത് ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ പടച്ചോനോട് നിങ്ങളുടെ ദൈവത്തെ വിളിച്ചോ എന്ന് പറയുമ്പോ അപ്പോഴാണ് 500ന്റെ താളം ചുരുട്ടി പിടിച്ച് ബദറുൽ ഹുദാ ജുമാ മസ്ജിദിന്റെ ചാരത്തേക്ക് നമ്മൾ വരുന്നത്. അന്നാണ് നമുക്ക് ഖത്തീബ്, അന്നാണ് നമുക്ക് പ്രസിഡന്റ്, അന്നാണ് നമുക്ക് മുക്രിക്കായൊക്കെ ഓർമ്മ വരണത്. ഉസ്താദേ, വെള്ളിയാഴ്ച ജുമാക്ക് കയറുമ്പോ എന്റെ ഉപ്പാനെ ഒന്ന് ദ്വാരക്കണേ, ഡോക്ടർമാര് കൈവിട്ടു. എങ്ങനെ നമ്മൾ പറയേ, ഡോക്ടർമാര് കൈവിട്ടു, ഇനി നിങ്ങളൊന്ന് ദ്വാരക്കണേ, ഇനി അല്ലാ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് അള്ള ഉണ്ടെന്നും പള്ളി ഉണ്ടെന്നും പള്ളിക്കാരുണ്ടെന്നും ഇങ്ങനെ ഒരു ദുആ ഉണ്ടെന്നൊക്കെ അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ചിന്ത വന്നത്. സമ്പത്തുള്ള സമയത്ത് നല്ല വില കൂടിയ വാഹനത്തിൽ ചീറിപ്പായുമ്പോ അവിടെ പള്ളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂല. ഒരു പാവപ്പെട്ടവൻ വന്ന് കൈ നീട്ടിയാൽ അവന്റെ കയ്യിലേക്ക് ഒരു നാണയത്തൊട്ട് പോലും കൊടുക്കാനുള്ള മനസ്സില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസരത്തിൽ വിളിക്കും അല്ലാ അല്ലാ അല്ലാ. അല്ല പറയാ കേൾക്കൂല, പടച്ചോൻ കേൾക്കൂല. കാരണം ഇതെല്ലാം പടച്ച റബ്ബ് വാരിക്കോരി തന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് നിനക്ക് പരീക്ഷണ കാലഘട്ടമായിരുന്നു. അന്ന് നീ അള്ളാനെ തിരിച്ചറിയാതെ എല്ലാം നഷ്ടപ്പെട്ടപ്പോ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ വിളിച്ചാൽ, നല്ല കാലത്ത് അള്ളാനെ ഓർക്കാത്ത മനുഷ്യ, നിന്റെ ഇല്ലായ്മയുടെ കാലത്തും അള്ളാഹു നിന്നെ തിരിച്ചറിയില്ലെന്ന് ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈമാനിന്റെ പരീക്ഷണം, രണ്ടാമത്തെ പരീക്ഷണം സമ്പത്തിന്റെ പരീക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വാരിക്കോരി കൊടുക്കും ചില ആളുകൾക്ക്, അതേപോലെ അള്ളാഹു തിരിച്ചെടുക്കുകയും ചെയ്യും. എന്തിനെന്നറിയോ, അനർഹരുടെ കയ്യിലേക്ക് അള്ളാഹു എന്തെങ്കിലും കൊടുത്താൽ അള്ളാഹു അത് തിരിച്ചെടുത്തിട്ട് അർഹതപ്പെട്ടവരിലേക്ക് ചേർക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പടച്ച റബ്ബിലേക്ക് നാം അടുക്കുമ്പോ നാം കൃത്യമായിട്ട് അറിയണം, ഓരോന്നും ഈ ദുനിയാവിൽ അല്ലാഹ് തന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ ഖുർആൻ, ജീവിതത്തിൽ നിന്നെ അല്ലാഹു ജനനവും മരണവും ഒക്കെ നിനക്ക് അല്ലാഹു സംവിധാനിച്ചത് ഒരു പരീക്ഷണ കാലയളവാണ്. ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്, ആരാണ് നാളെ പടച്ച റബ്ബിന്റെ മുമ്പേ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ദിവസം, ആരുടെ നന്മയുടെ തുലാസിലാണ് കനം തൂങ്ങുന്ന കർമ്മങ്ങള് സായത്തമാക്കാൻ കഴിയുന്നത്, അവനെ തിരിച്ചറിയാനാണ് അല്ലാഹു ജനന മരണങ്ങളെ നിങ്ങൾക്ക് സംവിധാനിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പലപ്പോഴും നാം അത് അറിയുന്നില്ല എന്നുള്ളതാണ്, നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കൈവിട്ടു പോകുമ്പോഴാണ് നമുക്കത് പരീക്ഷണമാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് സഹാബത്ത് തന്റെ കയ്യിലിരുന്ന സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി അവർ വലിച്ചെറിഞ്ഞു കൊടുത്തത്. എന്തിനെന്നറിയോ, അള്ളാഹുവേ, ഞങ്ങളുടെ പരലോകം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ ഞങ്ങൾക്ക് ദുനിയാവിനെ വേണ്ട. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ തന്റെ വീടിന്റെ കിളിവാതിലിലൂടെ നോക്കുമ്പോ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ കഴിയുന്നിടത്താണ് നാളെ പരലോകത്ത് നമുക്ക് അത് പ്രയോജനമാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വീടിന്റെ കിളിവാതിലിലൂടെ നോക്കുമ്പോ പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നു ഉയരുന്നത് കാണുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. ഇതെന്താണ് സംഭവം? പെട്ടെന്ന് പ്രകൃതിക്ഷോഭമോ കാലാവസ്ഥയുടെ മാറ്റമോ? ഓടി വന്നിട്ട് ഭൃത്യ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹാ, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്തും ചുമന്നുകൊണ്ടുവരുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ കാൽപാദത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ആ കാലുകൾ വെക്കുമ്പോ ഉയർന്നു പൊന്തുന്ന പൊടിപടലങ്ങളാണത്രേ.
ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ മെല്ലെ ഒന്ന് ചിരിച്ചിട്ട് വൃത്തിയോട് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് മുട്ടിലിഴഞ്ഞിട്ടാണത്രേ. ചെന്നു പറയപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂല് അങ്ങ് മുട്ടിലിഴഞ്ഞിട്ടാണ് സ്വർഗ്ഗത്തിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു എന്ന ചോദ്യത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മറുപടി പറഞ്ഞത് എങ്ങനെന്നറിയോ? കോടാനുകോടി മില്യൺ കണക്കിന് ബ്രില്യൺ കണക്കിന് കൊണ്ടുവന്ന ആ കച്ചവട സാമഗ്രികൾ മുഴുവനും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി സ്വതക്ക ചെയ്തിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പ്രഖ്യാപിച്ചു, അള്ളാഹിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് മുട്ടിലിഴഞ്ഞിട്ടല്ല നിവർന്നു തന്നെ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ചരിത്രത്തോട് പറഞ്ഞു കൊടുത്തു സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അവരന്റെ പ്രയാസം മാറ്റുന്നതാവണം സമ്പത്ത്, അള്ളാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്നതാവണം സമ്പത്ത്. വലിയ വലിയ ബാങ്ക് ലോക്കറുകളിൽ കൊണ്ടുവച്ച് സൂക്ഷിപ്പ് മുതലായിട്ട് നമ്മൾ കൂട്ടിവെക്കുന്നതല്ല. അള്ളാഹുവിന്റെ ദീനിന് നമ്മുടെ 1 രൂപയുടെ നാണയത്തൊട്ടുകൊണ്ടെങ്കിലും ഉപകാരമുണ്ടായാൽ അതുകൊണ്ടാണ് വപ്പ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുന്നത്.